ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് തീന്മേശ മര്യാദകളെ കുറിച്ചാണ്. ടേബിൾ മാനേഴ്സ് എന്ന് എല്ലാവരും പറയില്ലേ. ആദ്യം വിളമ്പുന്നിടത്ത് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ പോയി പ്ലേറ്റ് നിറച്ച് ഫുഡ് എടുക്കാതിരിക്കുക. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക. അത് മതിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ രണ്ടാമതും പോയി എടുക്കാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ പ്ലേറ്റ് നിറച്ച് ഭക്ഷണം എടുക്കാതിരിക്കുക. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ പ്ലേറ്റിന് ചുറ്റും കളയാതെ നമ്മുടെ ദേഹത്ത് വീഴ്ത്താതെ വൃത്തിയായി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികളെയൊക്കെ ശീലിപ്പിക്കേണ്ടതാണ്. കഴിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാതെ കഴിക്കുക. നമ്മൾ കഴിക്കുമ്പോൾ ച്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ചുറ്റുമിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. ചെറിയ പീസാക്കി വായടച്ച് കഴിക്കുകയാണെങ്കിൽ ശബ്ദം ഉണ്ടാവില്ല. നമ്മൾ വായിൽ ഒരുപാട് ഭക്ഷണം കുത്തി നിറച്ചിട്ട് വായ തുറന്ന് കഴിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഭക്ഷണം വായിൽ വെച്ചിട്ട് സംസാരിക്കുന്ന ശീലം ഒഴിവാക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം സംസാരിക്കുക. പിന്നെ വിരൽ നക്കുക, കൈ കഴുകിയ ശേഷം കൈ കുടയുക, അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക. വിരൽ നക്കുക, സ്പൂൺ നക്കുക, അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അത് മാറ്റണം. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ ഇല്ലേ, കറിവേപ്പില, മീനിൻ്റെ മുള്ള്, ചിക്കൻ്റെ എല്ല്, അങ്ങനെയുള്ള വേസ്റ്റൊക്കെ വെക്കാൻ ഒരു ചെറിയ പ്ലേറ്റ് ചോദിച്ച് വാങ്ങുക. അല്ലാതെ ടേബിളിൽ വെറുതെ ഇടുക, അല്ലെങ്കിൽ കഴിക്കുന്ന പ്ലേറ്റിൻ്റെ സൈഡിൽ വെക്കുക, അങ്ങനെയുള്ളത് ചെയ്യാതിരിക്കുക. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേറ്റ് ചോദിച്ച് വാങ്ങുക. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ ആദ്യം വിരുന്നുകാർക്ക് കൊടുത്തതിന് ശേഷം വീട്ടുകാർ കഴിക്കുക. അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ച ശേഷം അതിലെന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് ഉറക്കെ പറഞ്ഞ് ഉണ്ടാക്കിയ ആളെന്നെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. ഉപ്പ് കൂടുതലായാലും എരിവ് കുറവായാലും അത് ഉണ്ടാക്കാൻ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് തുല്യമാണ്. നല്ല ഭക്ഷണമാണെങ്കിലും മോശം ഭക്ഷണമാണെങ്കിലും അവർ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അത് ഉണ്ടാക്കാൻ. അപ്പോൾ ഭക്ഷണം ഇഷ്ടമായെങ്കിൽ അഭിനന്ദിക്കാൻ മറക്കാതിരിക്കുക. മോശമായെങ്കിൽ അത് പറഞ്ഞ് അവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സീരിയസ് ആയ സംഭാഷണങ്ങൾ, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന സംഭാഷണം, ഇറിറ്റേറ്റ് ചെയ്യുന്ന സംഭാഷണം, അങ്ങനെയുള്ളത് അതൊക്കെ ഒഴിവാക്കുക. ഭക്ഷണം കഴിച്ച ശേഷം നമുക്ക് സംസാരിക്കാമല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ ആരോടാണോ പറയുന്നത് അവർക്ക് ഇൻസൾട്ട് ഫീൽ ആയി കഴിഞ്ഞാൽ ഭക്ഷണം പകുതിക്ക് വെച്ച് നിർത്തി എഴുന്നേറ്റ് പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. എന്ത് പറയാനുണ്ടെങ്കിലും അത് ഭക്ഷണം കഴിച്ചതിന് ശേഷം സംസാരിക്കുക. പിന്നെ ഈ ടൂത്ത് പിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ആളുകളുടെ മുന്നിൽ വെച്ച് ചെയ്യാതെ വാഷ്റൂമിൽ പോയിട്ട് ചെയ്യുക. പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞ ടൂത്ത് പിക്ക് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞതിന് ശേഷം ഡസ്റ്റ്ബിന്നിൽ ഇടുക. അല്ലാതെ അതിങ്ങനെ ടേബിളിൻ്റെ മുകളിലിട്ടിട്ട് പോകാതിരിക്കുക. പിന്നെ കൈ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കുടയുന്ന ശീലം, അതുപോലെ വായ കഴുകുമ്പോൾ ഉറക്കെ ശബ്ദമുണ്ടാക്കി വായ കഴുകുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം. നമുക്ക് സെർവ് ചെയ്യുന്ന ആളുകളോട്, ഭക്ഷണം വിളമ്പി തരുന്നവരോട്, അതിപ്പോൾ വീട്ടിലാണെങ്കിലും അല്ല നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുകയാണെങ്കിലും അത് നമുക്ക് സെർവ് ചെയ്യുന്നവരോട് നന്നായി പെരുമാറാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ ഫോണിൽ ബിസി ആയിരിക്കുക, കോൾ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ഇതൊക്കെ ഒഴിവാക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫോൺ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ കുട്ടികളുടെ കൂടെയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ അവർ വെള്ളം തട്ടിക്കളയുകയോ അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലും താഴെ വീഴുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, കുട്ടികളല്ലേ. അപ്പോൾ അവരോട് ഉറക്കെ ഷൗട്ട് ചെയ്യാതിരിക്കുക. പിന്നെ ഒരിക്കലും നമ്മുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവർക്ക് പേടിയാവും. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ കൂടെ ഇരിക്കുന്ന ആളുകൾക്കും അത് അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ നല്ല രീതിയിൽ പറയുക. ആരോടും ശബ്ദമുയർത്തി സംസാരിക്കാതിരിക്കുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ സ്പൂണൊക്കെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെങ്കിൽ സ്പൂണ് പ്ലേറ്റിൽ എപ്പോഴും തട്ടി തട്ടി ഒരുപാട് ശബ്ദമുണ്ടാക്കി ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതും അടുത്തിരിക്കുന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. നമ്മളെപ്പോഴും സ്പൂൺ ഇങ്ങനെ പ്ലേറ്റിൽ തട്ടുന്ന ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതും മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ നമ്മൾ ബില്ല് പേ ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയും അങ്ങനെ ചെയ്യാതിരിക്കുക. അവർ നമ്മളെ ക്ഷണിച്ച് കൊണ്ടുപോകുന്നതാണല്ലോ, അപ്പോൾ അവർക്ക് ബില്ല് പേ ചെയ്യാനുള്ള അവസരം കൊടുക്കുക. ചിലരൊക്കെ ആദ്യമേ പോയിട്ട് ഇവരറിയാതെ പേ ചെയ്ത് തന്നിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. അവർ ബില്ല് പേ ചെയ്യും എന്ന് കരുതി തന്നെയാണല്ലോ അവർ നമ്മളെ ക്ഷണിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാളൈ ഷെയർ എന്ന് ചോദിക്കാം. നമുക്ക് ഷെയർ ചെയ്യാം, പൈസ വേണമെങ്കിൽ ഷെയർ ചെയ്യാമെന്ന് ചോദിക്കാവുന്നതാണ്. അല്ലാതെ നമ്മളെ ഒരാൾ ക്ഷണിച്ച് കൊണ്ടുപോയി ഭക്ഷണം മേടിച്ച് തരുമ്പോൾ നമ്മൾ ഓടിപ്പോയി അതിൻ്റെ ബില്ല് പേ ചെയ്ത് അത്രയ്ക്ക് ഡീസൻ്റ് ആവേണ്ട കാര്യമില്ല. ഇതൊക്കെ അറിയുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷെ
ഇതൊന്നും ശീലിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി മുതൽ ഇതൊക്കെ ശീലിച്ചു തുടങ്ങുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും. നമ്മളെ കണ്ട് പഠിക്കാൻ ചെറിയ കുട്ടികൾക്കും സാധിക്കും. അവർ നാളത്തെ പൗരന്മാരാണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ട് അവർ പഠിക്കട്ടെ.